ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ടോസ് നേടിയ ന്യൂസിലൻഡ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഇപ്പോൾ രണ്ട് ടീമുകളുടെയും അന്തിമ 11യും പ്രഖ്യാപിച്ചിരിക്കുന്നു. മഹേഷ് പോലൂർ സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. മഹേഷ്, ടോസിന്റെ ഭാഗ്യം തുടർച്ചയായി 11ാം തവണയും രോഹിത് ശർമ്മയെ തേടി എത്തുന്നില്ല. പക്ഷെ അതും ഒരു ഭാഗ്യമായി നമ്മൾ കണക്ക് കൂട്ടുകയാണ്. ടോസ് എത്ര നിർണായകമാണ് ഈ മത്സരത്തിൽ? രണ്ട് ടീമുകളുടെയും അന്തിമ 11നെ കുറിച്ചുകൂടി. ടോസ് നിർണായകമാണ് ഈ വിക്കറ്റിൽ. കാരണം ആദ്യം ബാറ്റ് ചെയ്ത് സ്കോർ എടുക്കുക, പിന്നീട് സ്പിൻ ബോളർമാരെ വല്ലാതെ തുണയ്ക്കുന്ന ഒരു വിക്കറ്റാണ് ദുബായിലെ സെൻട്രൽ വിക്കറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിർണായകമാണ് ടോസ്. പക്ഷെ അത് മറികടക്കാൻ ഇന്ത്യക്കാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ ടോസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടോസ് നേടിയ ന്യൂസിലാൻഡ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തിരിക്കുന്നു. ആദ്യം ന്യൂസിലാൻഡ് ബാറ്റ് ചെയ്യും. ഇന്ത്യൻ ടീമിൽ മാറ്റമില്ല. കഴിഞ്ഞ സെമിയിൽ ഓസ്ട്രേലിയയെ തകർത്ത അതേ ടീമിനെ ഇന്ത്യ നിലനിർത്തുകയാണ്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, ശുഭ്മൻ ഗിൽ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, അക്സർ പട്ടേൽ, KL രാഹുൽ, ഹാർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ, മുഹമ്മദ് ഷമി, കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി. 4 സ്പിൻ ബൗളർമാർ. വരുൺ ചക്രവർത്തിയും കുൽദീപ് യാദവും രവീന്ദ്ര ജഡേജയും അക്സർ പട്ടേലും 4 സ്പിന്നർമാർ. ഒപ്പം മുഹമ്മദ് ഷമി ഒരു പേസർ ആയി വരുന്നു. ഒപ്പം തന്നെ ഓൾറൗണ്ടർ പേസറായി ഹാർദിക് പാണ്ഡ്യ. അപ്പൊ 2 പേസർമാരും 4 സ്പിന്നർമാരും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്പിന്നിനെ തുണയ്ക്കുന്ന വിക്കറ്റിൽ ക്യാപ്റ്റൻ രോഹിത് തെരഞ്ഞെടുക്കുകയാണ്. കഴിഞ്ഞ മത്സരങ്ങളിലേതുപോലെ തന്നെ ഇന്ത്യയുടെ സ്പിൻ ബൗളർമാർക്ക് വലിയ ആധിപത്യം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കരുതുകയാണ്. ന്യൂസിലൻഡിന്റെ 11ൽ ഒരു മാറ്റമാണ് വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നത് പോലെ തന്നെ മാറ്റ് ഹെൻറി പുറത്താകുന്നു. അദ്ദേഹം പരിക്കേറ്റ് സെമിഫൈനലിൽ എൻറിച്ച് ക്ലാസിന്റെ ക്യാച്ച് എടുക്കാനുള്ള ശ്രമത്തിനിടെ ഏറ്റ പരിക്ക് അദ്ദേഹത്തിന് ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ മാറ്റ് ഹെൻറി ഇല്ല. നഥാൻ സ്മിത്ത് ആ ഭാഗത്തേക്ക് വരുന്നു. ആ ഒഴിവിലേക്ക് നഥാൻ സ്മിത്ത് വരുന്നു. അവരുടെ ടീം ഇതാണ്: വിൽ യങ്, രച്ചിൻ രവീന്ദ്ര, കെയ്ൻ വില്യംസൺ, ഡാരിൽ മിച്ചൽ, ടോം ലതം, ഗ്ലെൻ ഫിലിപ്സ്, മിച്ചൽ ബ്രേസ്വെൽ, മിച്ചൽ സ്റ്റാൻഡർ ക്യാപ്റ്റൻ, കെയ്ൻ ജാമിസൺ, ഒറൂർക്കി വരുന്നു ബൗളർ, വിൽ ഒറൂർക്കി വരുന്നു, നാഥൻ സ്മിത്ത്. അങ്ങനെ മികച്ച ഒരു നിര തന്നെയാണ് ന്യൂസിലൻഡും ഇറങ്ങുന്നത്. ഒരു വലിയ പോരാട്ടത്തിനായി കാത്തിരിക്കുകയാണ്. 2:30 ബാറ്റിംഗ് ആരംഭിക്കും. ന്യൂസിലൻഡ് ബാറ്റിംഗ് ആരംഭിക്കും. ഇന്ത്യൻ ടീമിൽ മാറ്റമില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സൈഫോ, മഹേഷ് സൂചിപ്പിച്ചതുപോലെ 7ാം വിക്കറ്റ് വരെ, അല്ല 8ാം വിക്കറ്റ് വരെ നമ്മുടെ ബാറ്റിംഗ് ലൈനപ്പ് ഭദ്രമാണ്. രവീന്ദ്ര ജഡേജ വരെ. ഇനിയിപ്പോൾ ബൗളിങ്ങിലേക്ക് വരികയാണെങ്കിൽ